നമസ്കാരം. ജാതക കഥകളിലെ 104-ാമത്തെ കഥ നൂലുമാല. ഒരു വൃദ്ധ കുറേ നിറമുള്ള നൂലുകൾ എടുത്ത് പിരിച്ച് മാലയുണ്ടാക്കി. അവർ അത് അണിഞ്ഞുകൊണ്ട് കുളിക്കാൻ പോയി. വസ്ത്രങ്ങളും മാലയും കുളക്കടവിൽ ഊരി വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി. ആ സമയം ഒരു ചെറുപ്പക്കാരി അതുവഴി വന്നു. അവൾക്ക് ആ മാല കണ്ടപ്പോൾ കൊതി തോന്നി. അവൾ വൃദ്ധയോട് ചോദിച്ചു, "അമ്മച്ചി, ഇത് നല്ല മാലയാണല്ലോ, ഞാനൊന്ന് കഴുത്തിലിട്ട് നോക്കട്ടെ." വൃദ്ധ സമ്മതിച്ചു. ചെറുപ്പക്കാരി മാലയും കഴുത്തിലിട്ടുകൊണ്ട് ഓരോട്ടം. വൃദ്ധ പുറകെ ഓടി. കുറച്ചു ദൂരം ചെന്ന് അവളെ പിടിച്ചു നിർത്തി. അവർ ചോദിച്ചു, "നീ എന്തിനാ എൻ്റെ മാല മോഷ്ടിച്ചത്?" അവൾ നിഷേധിച്ചു. "ആര് പറഞ്ഞു നിങ്ങളുടെ മാലയാണെന്ന്? ഇതെൻ്റെ മാല തന്നെയാ." അവർ തമ്മിൽ തർക്കമായി, വഴക്കായി. ശബ്ദവും ബഹളവും കേട്ട് ഒരുപാട് ആളുകളും കൂടി. മറ്റു കുട്ടികളുമൊത്ത് മണ്ഡപത്തിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ബോധിസത്വൻ ഇതറിഞ്ഞു. വൃദ്ധയെയും ചെറുപ്പക്കാരിയെയും വിളിപ്പിച്ചു. തൻ്റെ തീരുമാനം അവർ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു. അദ്ദേഹം ആദ്യം ചെറുപ്പക്കാരിയെ വിളിച്ചു ചോദിച്ചു, "നിങ്ങൾ ഈ നൂലിന് മണം പിടിപ്പിച്ചതെങ്ങനെയാ?" അവൾ ഒട്ടൊന്നാലോചിച്ചിട്ട് പറഞ്ഞു, "ഞാൻ ശാംബസംഹാരകം എന്ന സുഗന്ധദ്രവ്യം ചേർത്താണ് നൂലിന് മണം കൊടുത്തത്." പിന്നെ അദ്ദേഹം വൃദ്ധയോട് ചോദിച്ചു, "ആട്ടെ അമ്മച്ചി, നിങ്ങൾ എങ്ങനെയാണ് ഈ നൂലിന് മണം കൊടുത്തത്?" "കുഞ്ഞെ, പണം കൊടുത്ത് സുഗന്ധദ്രവ്യം വാങ്ങാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ ചില പൂക്കൾ ഞെരടി അതിൻ്റെ മണം എടുത്താണ് നൂലിന് കൊടുത്തത്," അവർ പറഞ്ഞു. ബോധിസത്വൻ ഒരു പാത്രത്തിൽ കുറേ ശുദ്ധജലം കൊണ്ടുവരുവിച്ചു. ആ നൂലുമാല വെള്ളത്തിൽ മുക്കിവെച്ചു. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരനെ വരുത്തി. അയാളോട് ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ മണം എന്താണെന്ന് ചോദിച്ചു. അയാൾ വെള്ളം മണത്തു നോക്കി. എന്നിട്ട് പറഞ്ഞു, "ഇത് പൂക്കളുടെ മണമാണല്ലോ." കണ്ടു നിന്നവർക്കെല്ലാം കാര്യം മനസ്സിലായി. ബോധിസത്വൻ മാല വൃദ്ധയ്ക്ക് തന്നെ കൊടുത്തു. ചെറുപ്പക്കാരിയെ ഇനി ഇത്തരം തെറ്റുകൾ ചെയ്യരുതെന്ന് ഉപദേശിച്ച് വെറുതെ വിട്ടു. ഈ സംഭവവും രാജാവ് അറിഞ്ഞു. നന്ദി.